ഒരു കാലത്ത് ഗ്രാമീണ കുടുംബങ്ങളിൽ വളർന്നു പന്തലിച്ചു നിന്നിരുന്ന പഴവർഗ വള്ളിച്ചെടിയാണ് പാഷൻ ഫ്രൂട്ട്. പുളിപ്പും മധുരവുമുള്ള ആസ്വാദ്യകരമായ രുചി കൊണ്ട് കൊതിയൂറുന്ന പഴം. മൂത്തുപഴുത്ത പഴങ്ങൾ ഉപയോഗിച്ച് ജ്യൂസ് അടിച്ചു കുടിച്ചിരുന്ന കാലം തിരിച്ചു വരികയാണ്. മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ കൗണ്ട് നിയന്ത്രിക്കാനും വർദ്ധിപ്പിക്കാനും കഴിയുന്ന പഴം എന്ന നിലയിൽ പാഷൻ ഫ്രൂട്ട് ഉയർന്നതോടെ വിലയും വർദ്ധിച്ചു. വെറുതെ കൊടുത്തിരുന്ന പാഷൻ ഫ്രൂട്ട് ഇന്ന് നല്ല വില നൽകിയാലേ കിട്ടും. മരങ്ങളിൽ പടർന്നു കയറി പഴുക്കുമ്പോൾ കൊഴിഞ്ഞു വീണിരുന്ന പാഷൻ ഫ്രൂട്ട് ഇന്ന് പന്തലിലാണ് പടർന്നു പുഷ്പിക്കുന്നത്. ഇതിന്റെ ഗുണവും ആവശ്യകതയും വർദ്ധിച്ചപ്പോൾ സ്വന്തം വീടിന് സമീപമുള്ള 5 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്താണ് മുണ്ടക്കയത്തിനടുത്തുള്ള പറത്താനത്ത് വള്ളിയിൽ ലീന ജോണി പാഷൻ ഫ്രൂട്ട് കൃഷി ആരംഭിക്കുന്നത്. ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ കുറച്ചുനാള് പോലീസ് ക്വാർട്ടേഴ്സ് താമസിച്ചായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ ക്വാർട്ടേഴ്സിന്റെ ഫ്രണ്ടിൽ ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടി പാഷൻ ഫ്രൂട്ട് കയറ്റി വിട്ടതായിരുന്നു. അപ്പം അതിൽ നിന്ന് ഞങ്ങൾക്ക് ചെറിയൊരു വരുമാനം കിട്ടി. ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഞങ്ങൾ അതെടുത്ത് ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും നമുക്ക് നല്ലൊരു സപ്പോർട്ട് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പിന്നീട് ഞങ്ങളുടെ സ്വന്തം തറവാട്ടിലോട്ട് വരികയും അവിടെ ഒരു 3-4 വർഷമായിട്ട് ഞങ്ങളിപ്പം ഈ കൃഷി നടത്തുകയും ചെയ്യുന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിരുന്ന ഭർത്താവ് ജോണിയോടൊപ്പം ചങ്ങനാശ്ശേരിയിലെ പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിക്കുമ്പോൾ കൗതുകത്തിനായി ജോണി നട്ട പാഷൻ ഫ്രൂട്ട് ചെടിയാണ് പന്തൽ കൃഷിയിലേക്ക് വഴി തുറന്നത്. ഇടുക്കി തോപ്രാംകുടിയിലെ കർഷക കുടുംബത്തിൽ നിന്നുള്ള ലീനയ്ക്ക് കൃഷിയിലേക്ക് ഇറങ്ങുവാൻ സന്തോഷമായിരുന്നു. കൃഷികളെ സ്നേഹിച്ചു വളർന്ന അംഗമായതിനാൽ കൃഷിപ്പണികൾ എളുപ്പമായി. മക്കളുടെ വളർച്ചയും പഠനവും ഉറപ്പുവരുത്തുവാൻ മുത്തൂറ്റ് ബാങ്കിലെ ജോലി ഉപേക്ഷിച്ച ലീന ഒഴിവു സമയത്ത് സ്വന്തം പുരയിടത്തിൽ കൃഷികൾ ചെയ്തു. ജോണിയുടെ കുടുംബത്തിന്റെ പിന്തുണയോടെ പാഷൻ ഫ്രൂട്ടും കൃഷി ചെയ്തു. ഇപ്പോൾ കോട്ടയം ജില്ലാ പോലീസ് സൂപ്രണ്ട് ഓഫീസിൽ മിനിസ്റ്റീരിയൽ സ്റ്റാഫായ ജോണി അവധി ദിവസങ്ങളിലെല്ലാം കൃഷിപ്പണികളിൽ സജീവമാണ്. പാഷൻ ഫ്രൂട്ടിന് ഉണ്ടായ ഡിമാൻഡാണ് പാട്ടകൃഷിക്ക് തുടക്കമാകാൻ കാരണം. ഗുണമേന്മയുള്ള തൈകൾ ശേഖരിച്ചാണ് പന്തൽ കൃഷി തുടങ്ങിയത്. ഞങ്ങൾ ആദ്യം തൈ വാങ്ങിച്ചിട്ട് ഒരു 1.5 അടി താഴ്ചയില് കുഴിയെടുത്തിട്ട് മറ്റേ ജൈവവളവും ചാണകവും എല്ലാം കൂടിയിട്ട് നിറച്ച് തൈ നട്ടുവെച്ച് അതിന് ഇച്ചിരി വള്ളി വീശാൻ തുടങ്ങിയപ്പോഴത്തേനും നമ്മൾ പന്തൽ കെട്ടി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പന്തലെന്ന് പറയുമ്പം കമ്പിയും 4 സൈഡിലും കമ്പ് കെട്ടിയിട്ട് നടുക്കൂടെ മറ്റേ മഞ്ഞ പ്ലാസ്റ്റിക്കിന്റെ വള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് കെട്ടി ഇതിന്റെ തണ്ട് നമ്മൾ കയറ്റി വിടുക. പിന്നെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വള്ളി വീശി നിറഞ്ഞ് തണ്ട് മൂത്ത് കഴിയുമ്പോഴത്തേനും കായായിട്ട് നല്ല കായ ഞങ്ങൾക്ക് കിട്ടി. ജലക്ഷാമം കൂടുതലായി അനുഭവപ്പെടുന്ന മലയോര മേഖലയാണ് പറത്താനം. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന കോട്ടയം ജില്ലയിലെ ചെറിയ ഗ്രാമം. ഇവിടെ വർഷകാല വിളകളെ ചെയ്യാൻ പറ്റൂ. ഈ അറിവിൽ നിന്നാണ് വേനലിനെ അതിജീവിക്കാൻ കഴിയുന്ന പാഷൻ ഫ്രൂട്ട് കൃഷി ആരംഭിക്കുന്നത്. പാലാ രൂപതയുടെ കീഴിലുള്ള പറത്താനം പള്ളിയുടെ വിശാലമായ ഭൂമിയുടെ ഒരു ഭാഗം പാട്ടത്തിനെടുത്താണ് കഴിഞ്ഞ വർഷം കൃഷി വിപുലമാക്കിയത്. സൂര്യപ്രകാശം വീഴുന്നിടത്തെല്ലാം തൈകൾ നട്ടു. 700 തൈകൾ നട്ടാണ് വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷി ആരംഭിക്കുന്നത്. ജലക്ഷാമം അനുഭവപ്പെട്ട കാലത്ത് ഓരോ ചെടിയുടെയും ചുവട്ടിൽ ഓരോ കുപ്പികൾ വീതം സ്ഥാപിച്ചു. അടിയിൽ ചെറിയ ദ്വാരമുണ്ടാക്കിയ കുപ്പിയിൽ നിന്ന് തുള്ളിത്തുള്ളിയായി വെള്ളം ചെടികൾക്ക് ലഭിക്കും. ആഴ്ചയിൽ 2 ദിവസം കുപ്പികൾ നിറയ്ക്കും. നനയോടൊപ്പം 3 മാസം കൂടുമ്പോൾ ജൈവവളവും നൽകുന്നു. ഞങ്ങൾ ഒരു 1.5 അടി താഴ്ചയിൽ ജൈവവളം ഇട്ട് ചാണകപ്പൊടി ഇട്ട് തൈ നടുവാണ് ചെയ്തത്. അത് കഴിഞ്ഞ് അതിന് പൊതിയായിട്ട് നമ്മുടെ പാക്കിന്റെ തൊണ്ട് നിറച്ച് കുഴിക്ക് ചുറ്റും നിറച്ചിട്ട്
അതിന്റെ മേളിൽ വേറെ കരിയിലെല്ലാം വാരി ഇട്ട് വെള്ളം നനച്ച്, കരിയിലേക്ക് ഇട്ടിട്ട് വെള്ളം നനയ്ക്കുവാണെങ്കിൽ ആ തണുപ്പ് എപ്പോഴും ചൂട്ടിൽ തന്നെ നിലനിൽക്കും. അതുപോലെ നല്ല വേനലിന്റെ സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഓരോ തടത്തിലും ഓരോ മിനറൽ വാട്ടറിന്റെ ഒരു കുപ്പി നിറച്ച് വെള്ളം വെച്ചിട്ട് ആ കുപ്പിക്ക് സൈഡിലൊരു കിഴുത്തിട്ടിട്ട് ഈ ഓരോ ചെടിയുടെയും ഒരു 1-2 വേരെടുത്ത് ഇതിനകത്തോട്ട് വെച്ച് നല്ല വേനലിന്റെ സമയത്ത് ഈ വേര് ഈ കുപ്പിയിൽ നിന്ന് വെള്ളം വലിച്ചെടുത്ത് ആ സമയത്ത് ചെടികളൊന്നും ഉണങ്ങിപ്പോവാതെ നന്നായിട്ട് വരാൻ സാധിച്ചു അങ്ങനെ ചെയ്തുകൊണ്ട്. അതുപോലെ തന്നെ മറ്റേ ചകിരിയുടെ തൊണ്ടും ഞങ്ങളിങ്ങനെ എടുക്കാറുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്കെല്ലാം ചാണകം ഇതായിട്ട് കുളിപ്പിച്ച് ഒഴിക്കാറുണ്ട്. പിന്നെ കോഴിവെള്ളം മഴയുടെ സമയത്ത് കോഴിവെള്ളം ഇട്ട് കൊടുക്കാറുണ്ട്. മെയിനായിട്ടും ചാണകമാണ് ഉപയോഗിക്കുന്നത്. പണിച്ചിലവുകൾ വളരെ കുറവുള്ള കൃഷിരീതിയാണ് പാഷൻ ഫ്രൂട്ടിന്റേത്. അല്പം ശ്രദ്ധയും പരിചരണവും കൂടിയാൽ ഉൽപാദന വർധനവ് ഉറപ്പുവരുത്താം. വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷികൾ ചെയ്യുമ്പോൾ മികച്ച ഇനങ്ങളുടെ തൈകൾ തന്നെ നടണം. ജൈവവളം മാത്രം നൽകി മികച്ച വിളവ് ഉറപ്പുവരുത്തിയ കുടുംബിനിയാണ് ലീന. പാറക്കൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞ ചെരിഞ്ഞ പ്രദേശം. ഇവിടെ മണ്ണ് കൂടുതലുള്ള സ്ഥലത്ത് ജൈവവളമിട്ട് ചെടികൾ നട്ടു. വളർന്ന് പന്തലിൽ കയറിയ പാഷൻ ഫ്രൂട്ടിന്റെ തണ്ടുകൾ മൂപ്പാകാൻ 8 മാസമെടുത്തു. തണ്ടുകൾക്ക് മൂപ്പായാൽ പുഷ്പിച്ചു തുടങ്ങും. വിളവെടുക്കുന്നതനുസരിച്ചാണ് പാട്ടം നൽകുന്നത്. പാലാ രൂപതയുടെ ഒരു 5 ഏക്കറോളം സ്ഥലം വെറും ഭൂമിയായിട്ട് കിടന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ ഇത് ചെയ്യുന്നത്. ഇവിടെ മെയിനായിട്ടും തെങ്ങും മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെയുള്ള സ്ഥലത്ത് കൃഷി ചെയ്തുകൊണ്ട് ഗുണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അധികം ഈ കമ്പിയും കയറൊക്കെ ഇതേ തന്നെ ഈ മരങ്ങളെ ഇടയ്ക്കൂടെ തന്നെ വലിച്ചു കെട്ടി പന്തലിടാൻ സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ ഇത് പാറയോട് ചേർന്നുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ വേറൊരു തരത്തിലുള്ള കൃഷിയൊക്കെ വളരെ നമുക്ക് മെച്ചമായിട്ട് കിട്ടത്തില്ല. അങ്ങനെയുള്ള വേറെ ഭൂമിയായിട്ട് ഇടുന്ന സ്ഥലം നമുക്ക് പാഷൻ ഫ്രൂട്ട് ആയിട്ട് നമുക്കറിയാം അത്യാവശ്യം കുറച്ച് മണ്ണുണ്ടെങ്കിലും കയറി പോരുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് നമ്മൾ ആ പാറയുടെ ഇടയ്ക്കിനാണെങ്കിലും കുറച്ച് കല്ലൊക്കെ മാറ്റി ഒരുവിധം തടവാക്കി എടുത്ത് പാഷൻ ഫ്രൂട്ട് നട്ട് നല്ലൊരു ആദായം തന്നെ ഞങ്ങൾക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടും എല്ലാവരുടെയും ഒരു സപ്പോർട്ടും ഞങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. കേരളത്തിൽ പ്രചാരത്തിലുള്ള മഞ്ഞ, ഇളംചുവപ്പ് ഇനങ്ങളുടെ തൈകൾ ഇടകലർത്തിയാണ് നട്ടത്. ചുവപ്പ് നിറം വരുന്ന പഴങ്ങൾക്കാണ് മധുരം കൂടുതൽ. സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ ആവശ്യമായ ഈ വള്ളിച്ചെടികൾക്ക് പ്രകാശം കുറഞ്ഞാൽ ഉൽപാദനവും കുറയും. പുരയിടത്തിലെ ദീർഘകാല വിളകൾക്കിടയിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പാഷൻ ഫ്രൂട്ട് നടാം. പാഷൻ ഫ്രൂട്ടിന്റെ നല്ല തൈകൾ നട്ടാൽ 8 വർഷം വരെ വിളവ് ലഭിക്കും. വർഷത്തിൽ 3 തവണ ജൈവവളം നൽകിയാൽ ഉയർന്ന ഉൽപാദനമുണ്ടാകും. വേനൽക്കാലത്ത് നനയ്ക്കുന്നതും നല്ലതാണ്. ജലലഭ്യതയുണ്ടെങ്കിൽ ചുവട്ടിൽ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കണം. വാണിജ്യ കൃഷികൾക്ക് ഇവ ആവശ്യമാണ്. ചെടികളുടെ പരിചരണത്തിനും മറ്റുമായി 2 സ്ത്രീകൾ സ്ഥിരമായിട്ടുണ്ട്. ബേസിക്കലി ഞങ്ങൾ രണ്ടുപേരുടെയും കുടുംബം എന്ന് പറഞ്ഞൊരു കർഷക കുടുംബമാണ്. പുള്ളിക്കാരൻ കോട്ടയത്ത് SP ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. എങ്കിലും ഈ കൃഷിക്ക് എല്ലാ സപ്പോർട്ടും പുള്ളിക്കാരനാണ് ചെയ്തു തരുന്നത്. ഞങ്ങൾ രണ്ടുപേരോട് കൂടിയാണ് മെയിനായിട്ടും ഇതിനകത്തുള്ള പണികളെല്ലാം ആദ്യ നാളുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. വളവിടിയിലും ചാണകം ഇടുന്നതും ഒക്കെ ആണെങ്കിലും ഞങ്ങളുടെ സമയം പോലെ ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ പന്തൽ കെട്ടാനൊക്കെ ആണെങ്കിലും ഞങ്ങൾ രണ്ടുപേരോട് കൂടിയാണ്. കുറച്ച് പണിക്കാരെ വിളിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാം ഒഴിവ് സമയങ്ങളിലും ഹോളിഡേയ്സിലും എല്ലാ ദിവസവും രാവിലെ ഒരു 6 തൊട്ട് 8 മണി വരെയൊക്കെ ഞങ്ങൾ ഇത് ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾക്ക് കുറച്ച് സ്ഥിരം ഒരു പ്രിയ എന്ന് പറഞ്ഞൊരു കുട്ടി എൻ്റെ കൂടെ ഉണ്ട്. ജ്യൂസ് അടിക്കാനും അത്യാവശ്യം പറമ്പിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 2 പണിക്കാർ വേറെ ചേട്ടന്മാരുണ്ട്. അവരാണ് തടമൊക്കെ വൃത്തിയാക്കലും വെള്ളം നനയ്ക്കാനും ചാണകം കലക്കി ഒഴിക്കാനൊക്കെ അവരും കൂടാറുണ്ട്. കായ എടുക്കുന്നതെല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്യാറുള്ളത്. പുരയിടത്തിലെ ഒരേക്കർ സ്ഥലത്ത് 3 വർഷം മുൻപ് പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്തപ്പോൾ 1 കിലോയ്ക്ക് 30 രൂപ വെച്ച് ലഭിച്ചു. അടുത്ത വർഷം 10 രൂപ കൂടുതൽ കിട്ടി. ജ്യൂസ് കടക്കാരാണ്
കൂടുതലായും വാങ്ങിയിരുന്നത്. ജൈവവളം മാത്രം ഉപയോഗിച്ചുള്ള കൃഷിയായതിനാൽ പഴങ്ങൾക്ക് രുചി കൂടുതലാണ്. പാഷൻ ഫ്രൂട്ട് കൃഷിയിലൂടെ സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബിനിയാണ് ലീന ജോണി. പഠനം കഴിഞ്ഞെത്തുന്ന കുട്ടികൾ കൃഷിയിടത്തിൽ അമ്മയെ സഹായിക്കാനായി കൂട്ടുകൂടും. നല്ല പരിചരണവും ശ്രദ്ധയും നൽകുന്നതുകൊണ്ട് മികച്ച വിളവുണ്ട്. കായ്കൾ പഴുത്തു തുടങ്ങുന്ന പരുവം നോക്കിയാണ് പറിച്ചെടുക്കുന്നത്. പൂഞ്ഞാൽ എരുമേലി ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന മലഞ്ചെരുവായതിനാൽ കച്ചവടം എളുപ്പമാണ്. വഴിയോരത്തെ തോട്ടം കണ്ട് കായ്കൾ വാങ്ങാനെത്തുന്നവരുണ്ട്. 150 രൂപയ്ക്കാണ് 1 കിലോ പാഷൻ ഫ്രൂട്ട് വിൽക്കുന്നത്. പാഷൻ ഫ്രൂട്ട് ശരിക്കും ഇതിന്റെ തണ്ട് മൂത്ത് കഴിയുമ്പോൾ തന്നെ ഇത് പൂവിടാൻ തുടങ്ങും. പൂവിട്ട് ഒരു 3-4 മാസം കൊണ്ട് വിളവെടുപ്പിനാകും. അപ്പൊ ചെനച്ച പരുവാകുമ്പോൾ തന്നെ ഞങ്ങളത് കാ പറിച്ച് വെക്കാറുണ്ട്. അല്ലെങ്കിൽ അണ്ണാന്റെ ഒക്കെ ശല്യം ചെറുതായിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ കാ പറിച്ച് വെച്ചാലും നന്നായിട്ട് പഴുത്ത് ചുമന്ന നിറത്തിൽ ആയി വരും. ഒരാഴ്ചയൊക്കെ കാ ഒരു കുഴപ്പം കൂടാതെ ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ തന്നെ ഈ തോട്ടത്തിൽ തന്നെ ഞങ്ങൾ ഫ്രൂട്ട്സ് കൊടുക്കുന്നുണ്ട്. ആദ്യ നാളുകളിലൊക്കെ ഞങ്ങൾ ജ്യൂസ് കടകളിൽ, പാർലറിലൊക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ പ്രൈവറ്റ് പാർട്ടിക്ക് സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ ഇവിടെ തന്നെ നേരിട്ട് തന്നെ ഫ്രൂട്ട്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് മേടിക്കുന്നുണ്ട്. നല്ല വിലയും കിട്ടുന്നുണ്ട്. ചിലവും അധ്വാനവും കുറവ്, വിളവെടുപ്പും വിപണനവും എളുപ്പം. ഒരു തൈ നട്ടാൽ 8 വർഷം വരെ ഫലം ഉറപ്പാണ്. ഓരോ വിളവെടുപ്പ് കഴിയുമ്പോഴും പന്തലിലെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റി പുതിയ ശിഖരങ്ങൾ വളർത്തിയെടുക്കണം. ഈ രീതി തുടരുമ്പോൾ കൂടുതൽ കായ്കൾ ഉണ്ടാകും. മലഞ്ചെരുവായതിനാൽ തേനീച്ചകളുടെ സാന്നിധ്യം എപ്പോഴും കൃഷിയിടത്തിലുണ്ട്. പരാഗണത്തിലൂടെ ഉയർന്ന വിളവുണ്ടാകുന്നതിന് തേനീച്ചകൾ സഹായകമാകുന്നു. ശരീരത്തിന് ഉണർവും ഉന്മേഷവും നൽകുന്ന രസികൻ ജ്യൂസുകൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്ന രീതിയാണ് ഈ തോട്ടത്തിലുള്ളത്. നല്ലപോലെ പഴുത്ത പാഷൻ ഫ്രൂട്ടിന്റെ കാമ്പ് കുരു നീക്കാതെ എടുത്താണ് ജ്യൂസ് നിർമ്മിക്കുന്നത്. ജ്യൂസ് നിർമ്മാണത്തിന് ഏലക്കായ് തരിയും ആവശ്യത്തിന് പഞ്ചസാരയും തണുപ്പിന് ഐസും ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കുന്നു. കട്ടി കുറയ്ക്കാനായി ആവശ്യത്തിന് വെള്ളവും ചേർക്കാം. പിന്നീട് അരിച്ചെടുത്ത് കുടിക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ക്ഷീണം അകറ്റാൻ 1 ഗ്ലാസ് ജ്യൂസ് കുടിച്ചാൽ മതി. പാഷൻ ഫ്രൂട്ട് ഉപയോഗിച്ച് സിറപ്പും അച്ചാറും മറ്റും ഉണ്ടാക്കുവാൻ കഴിയുമെന്ന് ലീന ജോണി പറഞ്ഞു. പാഷൻ ഫ്രൂട്ട് നമ്മൾ മെയിനായിട്ടും ജ്യൂസ് അടിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ഒരു ജ്യൂസ് പാർലറുണ്ട്. അവിടെ നമ്മൾ ജ്യൂസ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കായ അധികമുള്ള സമയത്ത്, മഴയുള്ള സമയത്തൊക്കെ ജ്യൂസായിട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ ഞങ്ങളത് സിറപ്പാക്കി വെക്കാറുണ്ട്. സിറപ്പിന് നല്ല ഡിമാൻഡാണുള്ളത്. അതുപോലെ തന്നെ ഒത്തിരി രോഗങ്ങൾക്കെല്ലാം നല്ല ഇതായതുകൊണ്ട് തന്നെ ഒത്തിരി പേര് വന്ന് ഇവിടുന്ന് ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ തൊണ്ട് കൊണ്ട് അച്ചാറിടാറുണ്ട്. പിന്നെ ഇതുകൊണ്ട് ചമ്മന്തി അരയ്ക്കാറുണ്ട്. ഞാൻ എൻ്റെതായ പരീക്ഷണങ്ങളൊക്കെ സ്വയം നടത്താറുണ്ട്. സാമ്പാറിനകത്ത് മീൻകറിക്കകത്തെല്ലാം പാഷൻ ഫ്രൂട്ട് അടിച്ചു ചേർക്കാറുണ്ട് പുളിക്ക് പകരമായിട്ട്. നല്ല നമുക്ക് കറിക്കൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. കടുത്ത വേനലിൽ ചെടികളെ സംരക്ഷിക്കാനും ചുവട്ടിലെ ജലാംശം നഷ്ടപ്പെടാതിരിക്കാനുമായി ചപ്പുചവറുകൾ കൊണ്ട് പുതയിട്ടിരിക്കുന്നു. നന നൽകുവാൻ കഴിയുന്ന അവസരങ്ങളിൽ കോഴിക്കാഷ്ടവും ചാണകവും നൽകുന്നു. സ്വന്തമായി ചിട്ടപ്പെടുത്തിയ കൃഷി പരിചരണ രീതികളാണ് ഈ കൃഷിയിടത്തിലുള്ളത്. ഏറ്റവും മികച്ച പഴങ്ങൾ ശേഖരിച്ച് അതിലെ കുരുക്കൾ എടുത്ത് പാകിയാണ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവ സാധാരണഗതിയിൽ 1.5 വർഷത്തിനുള്ളിൽ പുഷ്പിക്കും. കൂടുതൽ കാലം കൂടുതൽ വിളവ് ലഭിക്കുവാൻ വിത്ത് പാകി മുളപ്പിക്കുന്ന തൈകൾ നടുന്നതുകൊണ്ട് സാധിക്കുമെന്നാണ് ലീനയുടെ അഭിപ്രായം. ഇപ്പം ഞങ്ങൾ പാഷൻ ഫ്രൂട്ടിന്റെ തൈ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് ചെയ്യുന്നത് നല്ല ഇനം പാഷൻ ഫ്രൂട്ടിൽ നിന്ന് വിത്തെടുത്ത്
അത് കഴുകി ഒരു ദിവസം ഉണങ്ങി പിന്നെ ഒന്ന് മഞ്ഞ് കൊണ്ട് ആ തൈകൾ നമ്മൾ കവറിനകത്ത്, അതായത് വളവും ചാണകപ്പൊടിയും നമ്മുടെ ചകിരിച്ചോറും മണ്ണും കൂടെ കൂട്ടി കലർത്തി അതിനകത്തോട്ട് അരി പാകി തൈയാക്കി നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. തൈക്ക് നല്ല ഡിമാൻഡാണ് നമുക്കുള്ളത്. നന്നായിട്ട് തന്നെ പോകുന്നു. ഇനിയും കൂടുതൽ തൈകൾ ഉണ്ടാക്കണം എന്നുള്ളതാണ് ആഗ്രഹം. ആൾക്കാർ ഒത്തിരി പേര് ഇപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെല്ലാം അറിഞ്ഞ് ഒത്തിരി പേര് തൈക്ക് വേണ്ടിയിട്ടാണെങ്കിലും വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു നേഴ്സറി തന്നെ ഞങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് തൈ വിതരണം നന്നായിട്ട് പോകുന്നു. ഔഷധഗുണങ്ങൾ ഏറെയുള്ള പാഷൻ ഫ്രൂട്ട് പഴങ്ങൾ വർഷം മുഴുവനും വിളയിച്ചെടുക്കാനുള്ള പരിശ്രമത്തിലാണ് ലീനയും ഭർത്താവും. വിറ്റാമിൻ സിയും പൊട്ടാസ്യവും അടങ്ങിയിട്ടുള്ള ഈ പഴത്തിൽ നാരുകളുമുണ്ട്. ക്ഷീണവും അലസതയും അകറ്റാനുള്ള കഴിവിനു പുറമെ ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാനും ഉറക്കമില്ലായ്മയ്ക്ക് പരിഹാരം കാണാനുമുള്ള കഴിവുണ്ട്. നാഡീസംബന്ധമായ രോഗങ്ങൾക്ക് മരുന്നായും ഉപയോഗിക്കുന്ന പാഷൻ ഫ്രൂട്ട് പോഷക ഗുണങ്ങളാൽ സമ്പന്നമാണ്. സമൂഹത്തിന് നന്മ ചെയ്യുന്ന പഴവർഗ കൃഷിയിലൂടെ സാമ്പത്തികമായ നേട്ടമാണ് ഇവർ കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തൊഴിലിനേക്കാൾ അഭിമാനം തോന്നുന്ന നേട്ടങ്ങൾ കൈവരിക്കുവാൻ കൃഷിയിലൂടെ ലീനയ്ക്ക് സാധിച്ചു. പാഷൻ ഫ്രൂട്ട് കൃഷി കൊണ്ട് ഞങ്ങൾക്ക് നേട്ടം തന്നെയാണുള്ളത്. കാരണം ഒരു 5-8 വർഷം വരെ ഈ ചെടി നമുക്ക് കിട്ടും. അപ്പൊ ആദ്യത്തെ ഒരു വർഷം മാത്രമേ ഉള്ളൂ നമുക്കൊരു അധികം കോസ്റ്റ് ഉണ്ടാകുന്നത്. പന്തൽ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല കോസ്റ്റ് ഉണ്ട്. പിന്നെ ആദ്യം തൈ വാങ്ങിച്ചു വെക്കുന്നു, അതിന് കുഴി എടുക്കുന്നു. അങ്ങനെ കുറെ ആദ്യത്തെ വർഷങ്ങളിൽ നല്ല കോസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് ആ വർഷം തന്നെ ഞങ്ങൾക്കിതിപ്പോ 6 മാസം കൊണ്ട് ഞങ്ങൾക്ക് കായായി കിട്ടി. 6 മാസത്തെ കാ കൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരുവിധം ഞങ്ങളുടെ ആദ്യത്തെ ചെലവുകളൊക്കെ ഞങ്ങൾക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയുള്ള വർഷങ്ങളിൽ നമുക്കുള്ളത് പ്രോഫിറ്റാണ്. മറ്റു പച്ചക്കറി പോലെ നമുക്ക് പുറകെ എപ്പോഴും ഇതിനു വേണ്ടിയിട്ട് പരിചരണം ആവശ്യമില്ല. അധികം കീടങ്ങളൊന്നും ഇതിനുണ്ടാകാറുമില്ല. അതുകൊണ്ട് നല്ലതായിട്ട് വെള്ളമൊക്കെ നനച്ച് വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കായ ഉണ്ടാകും. ആ കായ ഒരു ശനിച്ച് പരിമാമ്പത്തേനും പറിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ അധികം ജോലികളൊന്നും വരുന്നില്ലെന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഒത്തിരി പേരുമായിട്ട് നല്ലൊരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ഇതിലെ ഈ റൂട്ടിൽ കൂടി യാത്ര ചെയ്യുന്ന മിക്ക യാത്രക്കാരും, പ്രത്യേകിച്ച് ടൂറിസ്റ്റുകൾ, തേക്കടിക്ക് പോകുന്നവര്, കുമളി അങ്ങനെയുള്ള എറണാകുളം സൈഡിൽ നിന്ന് എല്ലാവരും ഇവിടെ കയറി ജ്യൂസും ഒക്കെ കഴിച്ചിട്ടാണ് പോകാറുള്ളത്. അവരെല്ലാവർക്കും ഈ തോട്ടം വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ഇതിനകത്ത് കയറി തോട്ടം എല്ലാം കയറി കാണാറുണ്ട്. അങ്ങനെ നല്ലൊരു സുഹൃത്ത് വലയം തന്നെ ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കാര്യമായ രോഗകീടബാധകൾ ഉണ്ടാകാത്ത പഴവർഗ ചെടിയാണ് പാഷൻ ഫ്രൂട്ട്. ഏത് കാലാവസ്ഥയിലും വളരുന്ന പ്രകൃതം. നീർവാർച്ചയുള്ള കൃഷിയിടങ്ങളാണ് കൃഷിക്ക് അനുയോജ്യം. വർഷക്കാലത്ത് നട്ടാൽ പിന്നെ പരിചരിച്ചില്ലെങ്കിലും വീടിനാവശ്യമായ പഴം ലഭിക്കും. പഴുത്ത് വീഴുന്നതിന് മുമ്പ് പറിച്ചെടുക്കുന്നതിനാണ് രുചി കൂടുതൽ. മഴക്കാലത്ത് പൊതുവെ വിളവ് കുറയും. പാഷൻ ഫ്രൂട്ട് കൃഷിയിലൂടെ അതിന്റെ മൂല്യവർദ്ധനവിലൂടെ കുടുംബജീവിതം ആനന്ദകരമാക്കുന്ന ലീന ജോണി കൃഷിയെ ദൈവികമായി കാണുന്നതുകൊണ്ടാണ് രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കാത്തത്. മണ്ണിനെയും കൃഷികളെയും മലിനപ്പെടുത്താതെയുള്ള കൃഷിയിലൂടെ സന്തോഷവും സംതൃപ്തിയും നേടുന്ന ചെറിയ കുടുംബം. ഞങ്ങളുടെ ഇതൊരു കർഷക കുടുംബമാണ്. എന്റെ ഫാദർ നല്ലൊരു കൃഷിക്കാരനാണ്. അപ്പൊ ചെറുപ്പം തൊട്ടേ ഞങ്ങൾക്ക് പാവലിന്റെയും പയറിന്റെയും എല്ലാം തോട്ടങ്ങളുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ 3 പേരാണ്. ഞങ്ങൾ എല്ലാവരുടെ കൂടിയാണ് നനയ്ക്കലും വളവിടെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ തന്നെ എനിക്ക് കൃഷിയോട് ഭയങ്കര ഒരു താല്പര്യമുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മുത്തൂറ്റ് ബാങ്കിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ മോനായി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ജോലി നിർത്തി കൃഷിയിലോട്ട് തിരിഞ്ഞു. അപ്പൊ നമുക്ക് ജോലിക്ക് പോന്നേ കഴിഞ്ഞ ഒരു മാനസിക സന്തോഷം ഇതിൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട്. വളരെ ടെൻഷൻ ഫ്രീ ആണ് നമ്മളൊരു കൃഷിയിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ. പിന്നെ പിള്ളേരും എന്റെ ഹസ്ബൻഡും എല്ലാം ഇതിന് നല്ല സപ്പോർട്ടാണ് തരുന്നത്. പിള്ളേർക്കും കൃഷി ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും എന്റെ മക്കൾ കൂടാറുണ്ട്. എടുക്കാനും ചാണകം എല്ലാത്തിനും കൂടുമെന്നുള്ളതാണ് സത്യം. അപ്പൊ എല്ലാവരും നല്ലതായിട്ട് ഇത് എൻജോയ് ചെയ്യുന്നു എന്ന് തന്നെ പറയാം. പാഷൻ ഫ്രൂട്ട് കൃഷിയുടെ
പരിചരണ ദൗത്യവുമായി യാത്ര തുടരുന്ന ഈ കുടുംബിനികൾക്ക് എന്നും മാതൃകയാണ്.